സ്വർണ്ണപ്പാളിയിൽ അടിമുടി ദുരൂഹത. സ്വർണ്ണപ്പാളി വിവാദത്തിൽ ദേവസ്വം വിജിലൻസ് ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ മൊഴിയെടുത്തു. തനിക്ക് ലഭിച്ചത് ചെമ്പുപാളിയാണ് എന്നാണ് ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ വാദം. അന്വേഷണം നടക്കട്ടെ എന്ന് ദേവസ്വം ബോർഡ് പ്രസിഡന്റ് പ്രതികരിച്ചു. ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ വാദങ്ങൾ തള്ളുന്ന രേഖകൾ പുറത്തുവന്നു. തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് ആസ്ഥാനത്ത് വെച്ചാണ് ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ മൊഴിയെടുത്തത്. മൊഴിയെടുക്കൽ 4 മണിക്കൂർ നീണ്ടുനിന്നു. അന്വേഷണവുമായി സഹകരിക്കുമെന്ന് ഉണ്ണികൃഷ്ണൻ പോറ്റി പറഞ്ഞു. കാര്യങ്ങൾ ചോദിച്ചിട്ടുണ്ട്. അദ്ദേഹം അന്വേഷണ ഉദ്യോഗസ്ഥർ ചോദിച്ചിട്ട എല്ലാ ചോദ്യങ്ങൾക്കും മറുപടി കൊടുത്തിട്ടുണ്ട്. ബാക്കി കാര്യങ്ങൾ കോടതിയിൽ ബോധിപ്പിക്കേണ്ടതാണ്. മാധ്യമങ്ങൾക്ക് മുമ്പിൽ നമുക്ക് അതിനെക്കുറിച്ചൊന്നും പറയാൻ കഴിയില്ല. ഉദ്യോഗസ്ഥരോട് പൂർണ്ണമായിട്ടും അന്വേഷണത്തോട് ഞാൻ സഹകരിക്കും. തനിക്ക് ലഭിച്ച പാളികൾ ചെമ്പാണെന്നായിരുന്നു ഉണ്ണികൃഷ്ണൻ പോറ്റി നേരത്തെ പറഞ്ഞത്. പാളിക്ക് മുകളിൽ സ്വർണമുണ്ടെന്ന് അറിയില്ലായിരുന്നു. പീഠം സുഹൃത്തായ വാസുദേവന്റെ പക്കലുണ്ടെന്ന് പിന്നീടാണ് അറിഞ്ഞത്. വാസുദേവനെ സംരക്ഷിക്കാനാണ് അത് മറച്ചുവെച്ചത് എന്നാണ് ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ വാദം. എനിക്ക് തന്ന ഡോക്യുമെന്റ് ചെമ്പെന്നാണ്, മഹാസ്തറിനകത്തും അതാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. ഇപ്പൊ ഞാനൊരു സാധനം തരുമ്പോൾ എനിക്ക് തന്നിരിക്കുന്നതിനെ അടിസ്ഥാനപ്പെടുത്തിയല്ലേ എനിക്ക് പറയാൻ കഴിയുള്ളൂ. മുൻപ് ഇങ്ങനെ ഒരാൾ ചെയ്തിരുന്നു എന്നും അതിൽ ഇങ്ങനെമാതിരി ഗോൾഡ് ഉണ്ടായിരുന്നു എന്നൊക്കെ ഞാനും അറിയുന്നത് ഈ സമയത്താണ്. 2025 സ്വർണം പൂശാൻ കൊണ്ടുപോയതിൽ ചെറിയ വീഴ്ച മാത്രമാണ് പറ്റിയതെന്നും 2019 നടന്നതിനെക്കുറിച്ച് അന്വേഷണം നടക്കട്ടെയെന്നും ദേവസ്വം പ്രസിഡന്റ് പ്രതികരിച്ചു. എന്റെ കാലഘട്ടമുള്ള കാര്യങ്ങൾ അന്വേഷിക്കട്ടെ, കോടതി സമഗ്രമായി അന്വേഷിക്കട്ടെ, അല്ലെങ്കിൽ ഞങ്ങൾക്കൊരു മടിയുമില്ല. ദേവസ്വം വിജിലൻസ് പിടിച്ചെടുത്ത് ഹൈക്കോടതിയിൽ സമർപ്പിച്ച 1999 രജിസ്റ്ററിലും മഹസറിലും സ്വർണം പൊതിഞ്ഞു എന്നത് വ്യക്തമാക്കുന്നു. 1999 മെയ് 4 സ്വർണം പൊതിഞ്ഞത് തിരികെ സ്ഥാപിക്കാൻ ദേവസ്വം സെക്രട്ടറി അനുമതി കൊടുത്തതും ദേവസ്വം കമ്മീഷണറുടെ കത്തും പോറ്റിയുടെ വാദങ്ങൾ തള്ളുകയാണ്. വിജയ് മല്യയുടെ UB ഗ്രൂപ്പിനു വേണ്ടി 52 ശില്പികൾ ചേർന്നാണ് 1998 സ്വർണം പൊതിയാനുള്ള ജോലികളിൽ ഏർപ്പെട്ടത്. അന്ന് സ്വർണം പൊതിഞ്ഞ ജോലി ചെയ്ത ചെന്നൈയിലെ JJN ജ്വല്ലറിയിലെ ജീവനക്കാരൻ മാന്നാർ സ്വദേശിയാണ് ദേവസ്വം വിജിലൻസിന് നിർണായക മൊഴി നൽകിയത്. മീഡിയ 1 തിരുവനന്തപുരം.